ഹലോ എവരിവൺ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒഴിവുകളാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകൾ, ഒരുപാട് വിഷയങ്ങളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അസോസിയേറ്റ് പ്രൊഫസർ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫസേഴ്സിന്റെ ഒഴിവുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ NCA വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതാത് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അതിനെ അപേക്ഷിക്കാം. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുകയാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷ അയക്കുക. അതിന്റെ യോഗ്യതകളും ഏജ് ലിമിറ്റും ഒക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയുടെ ഒഴിവുകളിലേക്ക് പോകാം. അറബിക് ഡിപ്പാർട്ട്മെന്റ് ഏതാണ് സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അറബിക്കിന് ഒരു ഒഴിവാണുള്ളത്. ബോട്ടണി 2 ഒഴിവുകളുണ്ട്. ബയോടെക്നോളജി 1 ഒഴിവുണ്ട്. കെമിസ്ട്രി 2 ഒഴിവുകളുണ്ട്. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് 1 ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് 1 ഒഴിവാണ്. എഡ്യൂക്കേഷൻ 2 ഒഴിവുകളുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എല്ലാ ഒഴിവുകളും പെർമനന്റ് ആണ്, സ്ഥിര നിയമനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇംഗ്ലീഷിന് 2 ഒഴിവുകളുണ്ട്. ഹിന്ദി 1 ഒഴിവാണുള്ളത്. ലൈഫ് സയൻസ് 1 ഒഴിവാണുള്ളത്. മലയാളം 1 ഒഴിവുണ്ട്. മാത്തമാറ്റിക്സ് 1 ഒഴിവാണുള്ളത്. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി 1 ഒഴിവുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഫിസിക്സിൽ 2 ഒഴിവുകളുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ 1 ഒഴിവാണുള്ളത്. സുവോളജി 1 ഒഴിവുണ്ട്. അങ്ങനെ 21 വേക്കൻസിയിലേക്കുള്ള പെർമനന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ശമ്പളം എന്ന് പറയുന്നത് UGC റെഗുലേഷൻസ് അനുസരിച്ച് ലഭിക്കും. അത് നമുക്ക് റെഗുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ സാലറി പാക്കേജ് കാണാൻ സാധിക്കും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/1/2024 50 വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ OBC SC STക്കാർക്ക് അവരുടേതായ രീതിയിലുള്ള റിസർവേഷൻ ഏജിൽ ലഭിക്കുന്നുണ്ട്. 3 വർഷം OBCക്കും 5 വർഷം SC STക്കും അത് ലഭിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ യോഗ്യത എന്ന് പറയുന്നത് 55% മാർക്കോടുകൂടിയുള്ള PG, അതുപോലെ തന്നെ UGC നെറ്റ്. PhD ഉള്ളവർക്ക് പോയിന്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PhDയുടെ മോഡ് പറയുന്നുണ്ട്. പിന്നെ നെറ്റ് ഇല്ലാത്ത സബ്ജക്റ്റുകളാണെങ്കിൽ അതത് വിഷയത്തിൽ 55% കൂടിയുള്ള PG മതിയാവും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ബ്രീഫായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇതിന്റെ വിശദ വിവരങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ നെറ്റ് ഇല്ലാത്ത സബ്ജക്റ്റിന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെയും 55% എന്നുള്ളത് മാർക്ക് PG എന്നുള്ളത് റിലാക്സേഷൻ ഉണ്ട്. 5% റിലാക്സേഷൻ OBC അതുപോലെ തന്നെ SC ST വിഭാഗങ്ങൾക്ക് അവരുടേതായ രീതിയിൽ റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ PWD SC ST അവർക്കൊക്കെ തന്നെ റിസർവേഷൻ ലഭിക്കുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 3000 രൂപയാണ് അപേക്ഷാ ഫീ വരുന്നത്. SC STന് 1500 രൂപയും അപേക്ഷാ ഫീ വരുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ വലിയ തുക തന്നെ നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ്. SC ST കാൻഡിഡേറ്റ്സിന് നമുക്ക് സർക്കാർ റിസർവേഷൻ ഒക്കെ ഉണ്ട്, എന്നിട്ടും 1500 രൂപ വരുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 30/7 അതായത് ജൂലൈ 30 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അപേക്ഷ അയക്കുക. അപേക്ഷ അയക്കേണ്ടത് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ്. അപ്ലിക്കേഷൻ ലിങ്ക് ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. ലാസ്റ്റ് ഡേറ്റ് 30/7. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തത് വരുന്നത് അസോസിയേറ്റ് പ്രൊഫസറാണ്. അസോസിയേറ്റ് പ്രൊഫസർക്ക് നമുക്കറിയാം ഇവിടെ കൊമേഴ്സിന് 3 ഒഴിവുകളുണ്ട്. ബോട്ടണി 2 ഒഴിവുകൾ, കെമിസ്ട്രി 2, മലയാളം 2, എക്കണോമിക്സ് 1, ഹിന്ദി 2, ഇംഗ്ലീഷ് 1, വുമൺ സ്റ്റഡീസ് 1, എഡ്യൂക്കേഷൻ 1, സുവോളജി 1, മാത്തമാറ്റിക്സ് 1, സാൻസ്ക്രിറ്റ് 1. ഓക്കെ. ഇവിടെ UGC റെഗുലേഷൻ അനുസരിച്ച് തന്നെയാണ് ശമ്പളം ലഭിക്കുന്നത്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് PhD ഉണ്ടായിരിക്കണം. നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ 10 നമുക്ക് നെറ്റ് മാത്രം മതിയാവും. അതിന് മുകളിലോട്ടുള്ള എല്ലാ ഒഴിവുകളിലേക്കും നമുക്ക് PhD നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ആ റെഗുലേഷൻ മാറ്റം വന്നതറിയാം. ബാക്കിയെല്ലാം അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ്. അതിൽ കിട്ടുന്ന എല്ലാ റിലാക്സേഷനും ഇവിടെയും ലഭിക്കുന്നുണ്ട്. PhD മസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ പ്രൊഫസേഴ്സ് ഒഴിവുകളുണ്ട്. 2 ഒഴിവുകളാണുള്ളത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പെർമനന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ 1 ഒഴിവുകളുണ്ട്. ടോട്ടൽ 2 ഒഴിവുകൾ. ഇതിന്റെ സാലറി സ്കെയിൽ നമുക്കറിയാം, നല്ല രീതിയിലുള്ള സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. അതുപോലെ അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഗസ്റ്റഡ് പോസ്റ്റ് ആണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. PhDയുടെ കാര്യം, PhD മസ്റ്റ് ആണ്. അതിൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകളിലേക്കാണ് നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പ്രൊഫസേഴ്സിൻ്റെതൊക്കെ നിങ്ങൾ
ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ വായിക്കുക. ലിങ്കൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് NCA ഒഴിവുകളാണ്. അതായത് നമ്മൾ പ്രത്യേകമായിട്ട് കാറ്റഗറിയിലെ പെട്ടവർക്ക് തരംതിരിച്ചിരിക്കുന്ന ഒഴിവുകളാണ്. അതിൽ ഡ്രാമയിലേക്ക് 2 ഒഴിവുകളുണ്ട്. OBC 1, SC 1. ഓക്കെ, OBCയിൽ 1, SC 1. നോൺ കാൻഡിഡേറ്റ് അവൈലബിൾ എന്നുള്ളതാണ്. നമുക്ക് നിലവിൽ ആളുകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് വീണ്ടും പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ 1 ഒഴിവാണുള്ളത്. അതിൽ കാറ്റഗറി നിങ്ങൾക്കിവിടെ LCA ആണ്. അറബിക്കിൽ 1 ഒഴിവുണ്ട്, അത് SCക്ക് മാത്രമായിട്ടാണ്. ഇതൊക്കെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു വിഷയം പഠിച്ചവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയാണ്. കമ്പ്യൂട്ടർ സയൻസിൽ 1 ഒഴിവുണ്ട്, SIUC അതിലാണ് നിങ്ങൾ കാറ്റഗറി വരുന്നത്. അത് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈഫ് സയൻസിൽ 1 ഒഴിവുകളാണുള്ളത്, SSCC അവർക്കായിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ബോട്ടണിയിൽ 1 ഒഴിവുണ്ട്, അത് ധീവരയിലേക്ക് കാറ്റഗറി, അതിലുള്ള ബോട്ടണി ഉള്ളവർക്ക് എന്തായാലും ഇത് ലഭിക്കും. റഷ്യൻ ഹിന്ദു നാടാറിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ അതേ യോഗ്യത തന്നെയാണ് വേണ്ടത്. 55% മാർക്ക്. ഇവർക്കൊക്കെ തന്നെ റിലാക്സേഷൻ ഉണ്ടാവും. 50% കണക്കാക്കിയാൽ മതി. അതിന്റെ കൂടെ തന്നെ നെറ്റും ഉണ്ടായിരിക്കണം. അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ PhD പോലെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി അടുത്തത് അസോസിയേറ്റ് പ്രൊഫസറാണ്. അസോസിയേറ്റ് പ്രൊഫസർക്ക് PhD മസ്റ്റ് ആണ്. നമുക്ക് PWD കാൻഡിഡേറ്റ്സിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ലൈബ്രറി സയൻസ് ETB, SCക്ക് മലയാളം ഉണ്ട്. ഓക്കെ, അസോസിയേറ്റ് പ്രൊഫസർ മലയാളത്തിൽ ഒരുപാട് പേര് PhD കഴിഞ്ഞ SC കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറിന് അപേക്ഷിക്കാൻ PhD മസ്റ്റ് ആണ്. 1 ഒഴിവുണ്ട്, അത് SCക്കായിട്ട് മാറ്റി വെച്ചതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫിലോസഫി 1 ഒഴിവുണ്ട്. ML എഡ്യൂക്കേഷൻ LCയിലാണ് 1 ഒഴിവുണ്ട്. ഫിസിക്സിൽ 3 ഒഴിവുകളാണ്. അതിൽ OBC 1, SC 1, MU 1 അതിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഫിസിക്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ, OBCയിലൊക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ, PhD ഉള്ളവരുണ്ടെങ്കിൽ വളരെ നല്ലൊരു അവസരമാണ്. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി 1 SCയിലേക്കാണ് പോയിരിക്കുന്നത്. മൈക്രോ ബയോളജി ലൈഫ് സയൻസ് 1 ഒഴിവുണ്ട്. ഹിന്ദിയിൽ 1 ഒഴിവുണ്ട്, അത് OC-യിലേക്കാണ്. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ 1 ഒഴിവാണുള്ളത്. ഹിസ്റ്ററി 1 ഒഴിവാണ്, LCയിലേക്കാണ്. റഷ്യൻ ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ 1 ഒഴിവുണ്ട്, അത് OC ആണ്. എക്കണോമിക്സ് അത് PWDയിലേക്കാണ്. അപ്പോൾ എക്കണോമിക്സിൽ PhD നെറ്റ് ആൻഡ് PhD ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. PWD കാൻഡിഡേറ്റിന് മാറ്റിവെച്ച ഒഴിവാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, UGC റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ്. ഇനി പ്രൊഫസർ ഒഴിവുകളിലേക്ക്, അതും നോൺ കാൻഡിഡേറ്റ് അവൈലബിൾ NCAയിലാണ്. ഫിലോസഫി PWD 1 ഒഴിവുണ്ട്. മാസ് കമ്മ്യൂണിക്കേഷൻ ETB 1 ഒഴിവ്. ലൈബ്രറി സയൻസ് 1 ഒഴിവ്. സുവോളജി 1 ഒഴിവ്. ഇംഗ്ലീഷ് 1 ഒഴിവ്. കാറ്റഗറി നിങ്ങൾ നോക്കുക. മാത്തമാറ്റിക്സ് 1 ഒഴിവ്. ഫോക്ലോർ 1 ഒഴിവ്. വുമൺ സ്റ്റഡീസ് 1. സാൻസ്ക്രിറ്റ് 1, അത് SCക്കായിട്ടാണ്. അപ്പോൾ സാൻസ്ക്രിറ്റിൽ നെറ്റും PhD ഒക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ പ്രൊഫസേഴ്സ് ആവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഫിസിക്സ് 1, സൈക്കോളജി 1, ഹിസ്റ്ററി 1, ഇക്കണോമിക്സ് 1, കൊമേഴ്സ് 1, പൊളിറ്റിക്കൽ സയൻസ് 1. അപ്പോൾ ഈ NCA ഒഴിവുകളിലേക്ക് 15 പ്രൊഫസർമാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഒഴിവ് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെയൊക്കെ PDF-ന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ അയക്കുക. അപേക്ഷ ഫീസ് അസിസ്റ്റന്റ് പ്രൊഫസർക്ക് 3000 ആണ്. അസോസിയേറ്റ് പ്രൊഫസർക്ക് 5000-ന്റെ മേലെ വരുന്നുണ്ട്. അസോസിയേറ്റ് പ്രൊഫസറുടെ അപേക്ഷ ഫീസ് വരുന്നത് 4000 രൂപയാണ്. പ്രൊഫസർ അപേക്ഷ ഫീസ് വരുന്നത് 5000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപേക്ഷ ഫീസ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ SC/ST പ്രൊഫസർ 2500 ആണ്. SC/STയുടേത് അസോസിയേറ്റ് പ്രൊഫസറിന് 2000 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അപേക്ഷ ഫീസ് വരുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ അപേക്ഷ ഫീസ് 3000 രൂപയും SC/ST 1500. അസോസിയേറ്റ് പ്രൊഫസർ അപേക്ഷ ഫീസ് 4000, SC/ST 2000. പ്രൊഫസർ അപേക്ഷ ഫീസ് 5000, SC/ST 2500. ഇങ്ങനെയാണ് അപേക്ഷ ഫീസ് വരുന്നത്. ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ മാസം 30-ാം തീയതിയാണ് അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നെറ്റും PhD ഒക്കെ ഉള്ളവർക്ക് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പരീക്ഷ എഴുതുക. സ്ഥിര നിയമനാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഒരുപാട് പേര് നമ്മളിലൂടെയും മറ്റും നെറ്റൊക്കെ നേടി ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നേരിട്ട് തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അന്വേഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ
മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.